അതെ അതെ മീനുണ്ട് അച്ഛ. ഏത് നേരവും നാട്ടിൽ പോയി കഴിഞ്ഞാൽ അച്ഛനും മക്കൾക്കും പുഴയിൽ പോക്കും പാടത്ത് പോക്കും മീൻ പിടിക്കലും ഒക്കെയാണ്. അപ്പോൾ ഇതാ ഒരു വൈകുന്നേരത്തെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ വീടിൻ്റെ മുമ്പിൽ തന്നെ പാടമാണ്. പാലക്കാടാണല്ലോ, പിന്നെ പാടവും പുഴയും വെള്ളവും ഒക്കെ ആയിട്ട് അടിപൊളിയാണല്ലോ, പ്രകൃതി രമണീയത നിറഞ്ഞു നിൽക്കുകയാണല്ലോ. അപ്പോൾ ദേ അങ്ങനെ പാടത്തിൽ കൂടെ പോയിട്ട് ഇവരിതേ പുഴയിലെത്തിയിട്ടോ. ബാംഗ്ലൂർ നിൽക്കുമ്പോൾ എപ്പം പറയും അച്ഛാ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളെ പുഴയെ കണ്ടുപോകും, അവിടെ പോയി കഴിഞ്ഞാൽ അച്ഛച്ചനെയും അച്ഛമ്മേനെയും എല്ലാം ബുദ്ധിമുട്ടിക്കലാണ്. ഡെയിലി പറയും പുഴയിൽ പോവാ പുഴയിൽ പോകാൻ, വേറെ എങ്ങോട്ടും പോകണ്ട, അവർക്ക് പുഴയ്ക്ക് അങ്ങ് പോയാൽ മതി, ആ വെള്ളത്തിൽ അങ്ങ് കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ പുഴയിലൊക്കെ എത്തി. ഇവിടുത്തെ ഒരു ചെക്ക് ഡാമാണ് കേട്ടോ, കൃഷിയുടെ ആവശ്യത്തിനും അങ്ങനെ പുഴയത്തൊക്കെയുള്ള വെള്ളം കെട്ടി നിർത്താനായിട്ട് ഒരു ചെക്ക് ഡാമുണ്ട്. അടുത്ത് തന്നെ പുഴ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ അത് ആ പാടത്തേക്ക് പോലെ പുഴയെ പോക്ക് അങ്ങനത്തെ പരിപാടികളാണ് നാട്ടിൽ പോയ എപ്പോഴും ഉള്ളത്. അപ്പോൾ അവിടെ പോയിട്ടുള്ളതാണ് കേട്ടോ ഇവരുടെ സന്തോഷം. അതുകൊണ്ട് നമ്മളും പോകാൻ നല്ല കെയർ ചെയ്തിട്ട് കൊണ്ടുപോകണം. എനിക്ക് ഭയങ്കര ടെൻഷനാണ് സത്യം പറഞ്ഞാൽ വെള്ളമൊക്കെ. പിന്നെ നമ്മൾ അത്രയ്ക്കും ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാം ചെയ്യാൻ. ഞാൻ എപ്പോഴും ചീത്ത പറയുന്ന കാര്യമാണ്, ഞാൻ സപ്പോർട്ടേ ചെയ്യാറില്ല പുഴയെ കൊണ്ടുപോകാനൊക്കെ. കാരണം വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഇവരെ എല്ലാം മറക്കും. വെള്ളത്തിൽ കൂടെ പോകുന്നോ അതൊന്നും ഇവർക്കതൊരു ടെൻഷനേ ആവില്ല. പിന്നെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കളി ബഹളമായിരിക്കും. നമ്മൾ വെള്ളത്തിൽ നിന്ന് കയറാൻ പറഞ്ഞാലോ അതും ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിനൊരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. എന്താണെങ്കിലും വീഡിയോ കണ്ടപ്പോൾ ഇവരുടെ വീഡിയോയിൽ ഇവരെ സന്തോഷമൊക്കെ കണ്ടപ്പോൾ അങ്ങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛനും മക്കളും പിന്നെ നന്ദുവാണ് കേട്ടോ കൂടെ പോയിട്ടുണ്ടായത്. പിന്നെ ഞാനും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്കായതുകൊണ്ട് പിന്നെ അച്ഛൻ പറഞ്ഞത് അങ്ങ് അനുസരിക്കും. നമ്മളെല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ബഹളം കളി ചിരി അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് കയറാൻ പറഞ്ഞു കഴിഞ്ഞാൽ കയറത്തേ ഇല്ല. അപ്പോൾ അച്ഛനെ കുറച്ച് പേടിയുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതാ ഇവരവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ നടക്കുവാണ്. ഇത് അവിടെ ചെക്ക് ഡാമാന്ന് പറഞ്ഞത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടും ഇതാ ചുമ്മാ ഒക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെ. എന്താണെങ്കിലും അപ്പുറത്ത് വെള്ളമാണ്, നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് നല്ലത്, അങ്ങനെയാണല്ലോ. നാട്ടിൽ പോയാൽ എപ്പോഴുള്ള പരിപാടിയാണ് കേട്ടോ അത്. അപ്പോൾ ഇത് മുന്നത്തെ ഒരു വീഡിയോ ആണ്. ഇത് ഇതാ എല്ലാവരും കൂടി പാടത്തേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മീൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് പോകണതാണ്. അപ്പോൾ ഈ പാടത്തിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടാവില്ല, അവിടെ നിന്ന് അച്ഛൻ മീൻ പിടിക്കുന്ന കാഴ്ചയാണിത്. വെള്ളത്തിലൊക്കെ പിടിച്ചിട്ട് അതിൽ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറിയ കുഞ്ഞു മീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വളർത്താനൊക്കെ ആയിട്ട് അവിടെ ഒരു കുളത്തിൽ കൊണ്ടുവന്നിടാമെന്നും പറഞ്ഞിട്ട് മീൻ പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് മീൻ പിടിക്കുകയെന്നൊക്കെ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ പിള്ളേർ കവറൊക്കെ ആയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ് അച്ഛൻ മീൻ പിടിച്ച് തരുന്നത്. ചെളിയാണ് മൊത്തം. അപ്പോൾ ഇതാ നന്നായിട്ട് അതിന്നൊക്കെ ചെളിയിൽ നിന്നൊക്കെ മീനൊക്കെ കിട്ടി. ഇവർക്ക് പിന്നെ മീനെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. അപ്പോൾ അതാ മീൻ പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതേ ഒരു കവർ ഫുള്ളൊക്കെ കിട്ടിയിട്ട് പകുതിയൊക്കെ കിട്ടി, ഫുള്ളൊന്നും ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അപ്പോൾ അത് അതിനൊക്കെ കഴുകി വൃത്തിയാക്കി ഇതാ നല്ല രീതിക്ക് മീനൊക്കെ കിട്ടിയിട്ട് കവറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് അവിടെ ഒരു കുളമുണ്ട്, അപ്പോൾ അതിൽ കൊണ്ടുപോയി വളർത്താമെന്നും പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം നമ്മളിത് ചെറുപ്പത്തിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കുട്ടികൾ ഇതൊക്കെ കാണും അറിയും വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് മീൻ എങ്ങനെ പിടിക്കാമെന്നൊക്കെ അങ്ങനെ അച്ഛൻ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നിട്ട് വന്നിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തന്നു. അതുപോലെ പുഴയിൽ എങ്ങനെ നീന്തുക അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അച്ഛൻ്റേതായ രീതിയിലൊക്കെ പഠിപ്പിച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ വെള്ളത്തിലിറങ്ങി കാലൊക്കെ കഴുകിയിട്ട് ഇനിയിപ്പോൾ കയറുവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പുഴയൊക്കെ സൂപ്പറാണ്. വെള്ളമായിട്ട് പാറയൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പോൾ ആ കുളി നനയൊക്കെ കഴിഞ്ഞിട്ട് പുഴയിലെല്ലാം എല്ലാം ആഘോഷം കഴിഞ്ഞിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. ബൈ ബൈ, താങ്ക്സ്.